Hello, welcome to my series called Day 10 of Crochet Delights, where I show you how to crochet. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രോ സ്ട്രിങ് പൗച്ചാണ്. ഇത് ഫുള്ള് ഈ വീഡിയോയിൽ തികയത്തില്ല, അതുകൊണ്ട് ഞാൻ പാർട്ട് 2 ആയിട്ടും ഇടാം. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇടാം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കോഡ് ഇൻസേർട്ട് ചെയ്തിട്ട് പുറത്ത് കോഡ് എടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ലിപ്പ് നോട്ട് കിട്ടും. ആ സ്ലിപ്പ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈറ്റും ഒരുപാട് ലൂസും ആവരുത്, ഒരു മീഡിയം. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പഠിക്കാം. ചേഞ്ച് ചെയ്യുമ്പോൾ യാൺ ഓവർ ബാക്ക് ടു ദ ലൂപ്പ്. അപ്പോൾ നമുക്കൊരു ബ്രെയ്ഡഡ് പോലൊരു സാധനം കിട്ടും, അതാണ് സെയിം പോലെ യാൺ ഓവർ ബാക്ക് ടു ദ ലൂപ്പ്, യാൺ ഓവർ ബാക്ക് ടു ദ ലൂപ്പ്. നമുക്കിതുപോലെ 18 ചെയിൻസ് ചെയ്തെടുക്കണം. ഞാനിതൊരു 30 days സീരീസ് ചെയ്യാമെന്നാണ് ആദ്യം ഓർത്തത്. പിന്നെ ഞാനത് 10 ആക്കി മാറ്റിയതാണ്. കാരണം ഈ 30 days ആയാൽ പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഇടാൻ തന്നെ നല്ല മടി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 30 days ഞാൻ എങ്ങനെ ഇടുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നമ്മൾ ഒരു ഡബിൾ ക്രോഷ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് അതിലോട്ട് യാൺ ഓവർ ചെയ്ത് പുള്ളപ്പ് എ ലൂപ്പ് ആൻഡ് യു ഗോട്ട് 3 loops ആൻഡ് യാൺ ഓവർ പുള്ളപ്പ് 2, യാൺ ഓവർ പുള്ളപ്പ് 2. അതുപോലെ തന്നെ അത് തുടക്കം തൊട്ട് അവസാനം വരെ അതുപോലെ തന്നെ ഡബിൾ ക്രോഷ് ചെയ്യുക. യാൺ ഓവർ ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ടു ദാറ്റ് ചെയിൻ, yarn over pull a loop and you got 3 loops, yarn over pull 2, yarn over pull 2. സെയിം പോലെ തന്നെ അങ്ങനെ നമ്മൾ ആ ഒരു റോ ഫുൾ അങ്ങനെ ചെയ്തെടുക്കുക. പക്ഷേ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും നിങ്ങൾക്ക്. ഇതിൻ്റെ ബിഗിനർ ഫ്രണ്ട്ലി ഫുൾ ട്യൂട്ടോറിയൽ ലോങ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പറയാം. തൊണ്ടൊക്കെ ഇത്തിരി പ്രശ്നമുണ്ട്, പറയാം, ഞാൻ ഫുൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ ചീറ്റിപ്പോയ ട്രാൻസിഷൻ. ഇനി നമ്മൾ ലാസ്റ്റത്തെ ആ ചെയിനിൽ നമ്മൾ ഒരെണ്ണം ചെയ്തില്ലേ, ഇനി അതുപോലെ തന്നെ 2 കൂടി അതിലോട്ട് തന്നെ ചെയ്യുക. എന്ന് വെച്ചാൽ ടോട്ടൽ 3 അതിൽ ഓൾറെഡി നമ്മൾ ഒരെണ്ണം ചെയ്ത് കാരണം ഇനി 2 കൂടി ചെയ്താൽ മതി. അതിനുശേഷം അപ്പുറത്തെ അതിന് നെക്സ്റ്റ് സൈഡും അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് റൊട്ടേറ്റ് ഒന്നും ചെയ്യണ്ട, ഇതുപോലെ തന്നെ ആ അപ്പർ ഇതായിട്ട് ആ ഒരു ഹോളിലോട്ട് ഫസ്റ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത ചെയിനിലോട്ട് ചെയ്യുക. ഇതെല്ലാം ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഒന്നിനും നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷയോ സിംഗിൾ ക്രോഷയോ ചെയ്യുന്നില്ല. ഇതിൻ്റെ അതർ സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ഞാൻ പാർട്ട് 2 ആയിട്ട് വരാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.